explain your map in the very simplest method. എൻ്റെ മാപ്പ് ഞാൻ ആദ്യം വരച്ചത് 4 തരം ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ടെക്നീഷ്യൻ, മാനേജർ, ഓണർ, ഇൻവെസ്റ്റേഴ്സ്. ഞാൻ നിങ്ങളെ എന്താക്കുമെന്ന് പറഞ്ഞ് ടെക്നീഷ്യനെ ഇതുവഴി ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. എന്താണ് കിങ്സ് ക്ലബ്? എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ നിൽക്കുകയാണോ, ഞാൻ ഇവിടെ എത്തിക്കാം. ഇവിടെ നിൽക്കുകയാണോ, ഞാൻ ഇവിടെ എത്തിക്കാം. ഇവിടെ നിൽക്കുകയാണോ, ഞാൻ ഇവിടെ എത്തിക്കാം. ഇവിടെ ഈ 5 സ്റ്റേജിലിരിക്കുന്നവർ ഇവിടെ ഉണ്ട്. സ്റ്റേജ് നമ്പർ 1, ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. നൗ യു നീഡ് ക്ലാരിറ്റി. യു നീഡ് ക്ലാരിറ്റി ആൻഡ് ക്യാപിറ്റൽ. ആണോ? ഡയറക്ഷൻ. കപ്പലിലോട്ട് കയറിക്കോ. ദിസ് ഈസ് ദ ട്രഷർ ഫോർ യു. ഇതിൽ ഇവർ കയറിയില്ലെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും, അല്ലെങ്കിൽ താഴോട്ടങ്ങ് പോകും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് വാലി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ താഴ്വര. തുടങ്ങുന്ന ഒരു ബിസിനസ് ഇവിടെ വെച്ച് ചാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ കൈവൊക്കിയവരോടാണ് പറയുന്നത്. ഈ ക്ലാരിറ്റിയും ക്യാപിറ്റലും ഇപ്പം കിട്ടിയില്ലെങ്കിൽ, ഡയറക്ഷൻ ഏത് വഴിക്ക് മൂവ് ചെയ്യണമെന്ന് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ബിസിനസ് ഒന്നെങ്കിൽ തളരും, ഇല്ലെങ്കിൽ നിൽക്കും. പല ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. നമുക്ക് ചില സ്റ്റേജിൽ ഇവിടെ എത്തി ഈ മരണത്തിൻ്റെ താഴ്വരയിൽ നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ട്. ഈ ലോകത്ത് 6 മെത്തേഡേ ഉള്ളൂ നമ്മുടെ ബിസിനസ്സിൽ സെയിൽസ് കൂട്ടാനായിട്ട്. നമ്പർ 1, ഫൈൻഡ് ന്യൂ കസ്റ്റമർ, പുതിയ കസ്റ്റമറെ കണ്ടെത്തുക. 2, റീസെല്ലിംഗ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ, നിലവിലുള്ള കസ്റ്റമർക്ക് വീണ്ടും വിൽക്കുക. 3, അപ്സെല്ലിംഗ് ഓർ ക്രോസ് സെല്ലിംഗ്. അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. എന്താണ് അപ്സെല്ലിംഗ്? നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴേ പോപ്കോൺ മേടിക്കാൻ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയും? സ്മോൾ, മീഡിയം, ലാർജ്, ഏത് വേണമെന്ന് ചോദിക്കും. ആണോ? നമ്മൾ ചെന്നത് പോപ്കോണിന്. പക്ഷേ 150, 220, 240. നമ്മൾ മീഡിയം അല്ലെങ്കിൽ ലാർജ് മേടിക്കും. ആണോ? ചെറുതിന് വന്ന ആളെ കൊണ്ട് വലുതെടുപ്പിക്കുക. ഫ്രൈഡ് ചിക്കൻ ചെല്ലുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസും കോക്കും കൂടെ ചേർത്ത് കോംബോ, ക്രോസ് സെല്ലിംഗ്. ഇതൊരു മറ്റൊരു സ്ട്രാറ്റജിയാണ്. ഒന്നെടുക്കാൻ വരുന്നവനെ കൊണ്ട് അതിൻ്റെ കൂടുതൽ എടുപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സാധനങ്ങൾ കൂടെ എടുപ്പിക്കുക. നമ്പർ 4, റീആക്ടിവേഷൻ. പണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരിക. പക്ഷേ ഇപ്പോൾ അവർ കുറേ നാളായിട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് ഓഫർ കൊടുത്താൽ അവർ വരും? നമ്മൾ ഈ ഓഫർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ ഒരു ഓഫർ, എക്സിസ്റ്റിംഗ് ആളുകളെ കൊണ്ട് മേടിപ്പിക്കാൻ വേറൊരു ഓഫർ. ഇനി ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പല അപ്സെല്ലിംഗ് ഉണ്ട്. എന്തിലേക്കൊക്കെ കൊണ്ടുപോകും? ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ് ഉണ്ട്, സെലിബ്രിറ്റി കൺസൾട്ടൻ്റ് ഉണ്ട്, TTP ഉണ്ട്. ഇതെല്ലാം അപ്സെല്ലിംഗ് ആണ്, അല്ലെ ക്രോസ് സെല്ലിംഗ് ആണ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ ഒരു സ്ട്രാറ്റജി, എക്സിസ്റ്റിംഗ് ആളുകളെ കൊണ്ട് വീണ്ടും മേടിപ്പിക്കാൻ വേറെ സ്ട്രാറ്റജി, അകത്തുള്ളവരെ കൊണ്ട് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് ചെയ്യാൻ വേറെ സ്ട്രാറ്റജി. ഇതെല്ലാം ഓഫേഴ്സാണ്. നമ്പർ 4, റീആക്ടിവേഷൻ. ഞാൻ നേരിട്ട് റീആക്ടിവേറ്റ് ചെയ്തു. ഇറ്റ്സ് അനദർ സ്ട്രാറ്റജി. നിങ്ങൾക്ക് സെയിൽസ് കൂട്ടാനുള്ള 5ാമത്തെ മാർഗം, ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ. ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ ആഡ് ചെയ്യുക. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ 1000 കിങ്സ് ക്ലബ്ബുകാരുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 2,15,00,000 രൂപ, അല്ലേ, 215 റീസെല്ലിംഗ് ആണ് ഒറ്റ ദിവസം നടത്തിയത്. റവന്യൂ കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം, പ്രോഫിറ്റ് കൂട്ടാൻ, റേസ് യുവർ പ്രൈസ്, വില കൂട്ടുക. ഇൻസ്റ്റൻറ്റ്. പുതിയ കസ്റ്റമർ ആയാലും പഴയ കസ്റ്റമർ ആയാലും അപ്സെല്ലിംഗ് ആയാലും ക്രോസ് സെല്ലിംഗ് ആയാലും ആഡ് ഓൺ പ്രൊഡക്റ്റ് ആയാലും എന്തിലും ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താ പ്രോഫിറ്റ് കൂട്ടാൻ? ഇൻസ്റ്റൻറ്റ് മെത്തേഡ്. റേസ് യുവർ പ്രൈസ്. അതെങ്ങനെയെന്ന് അറിയത്തില്ല, അതാണ് പ്രശ്നം. എങ്ങനെ വില കൂട്ടി വിൽക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ വാല്യൂ കൂട്ടി വില കൂട്ടി വിൽക്കണമെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. എബിലിറ്റി എന്താ? സ്കില്ലെന്താ? ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് അതാ ഇല്ലാത്ത. യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്കിൽ. അത് നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം.